ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക വാവ് സ്പെഷ്യൽ വീഡിയോ ആണ്. കുളിച്ച് റെഡി ആയിട്ട് കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും 5:45 ആയിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം രാത്രി കിടന്നപ്പോൾ ഒരുപാട് താമസിച്ച് കിച്ചണിലൊക്കെ ആകെപ്പാടെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. കുറേ നാൾ കൊണ്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് ഫുഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി വൃത്തിയാക്കലൊക്കെ ഇച്ചിരി ഒന്ന് ഒതുക്കി വെച്ചിരുന്നതാണ്. നമ്മളിന്ന് പിതൃക്കൾക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്ന ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ കിച്ചൺ വൃത്തിയാക്കാതെ അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് രാത്രി നിന്ന് കിച്ചണെല്ലാം വൃത്തിയാക്കി രാവിലത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടായിരുന്നു ഞാൻ കിടന്നത്. അതുകൊണ്ട് ലേറ്റായി. രാവിലെ എണീറ്റ് വന്നതാണ്ട് ആദ്യം തന്നെ നമ്മുടെ ചായ ഇടാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. ചായയൊക്കെ ഇടാൻ അടപ്പയിലോട്ട് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവിൽ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കലക്കി വെച്ച്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഈ കർക്കിടകവാവിൻ്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. അച്ഛന്മാർക്കും 2 ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ഇഡലി സാമ്പാർ ചട്നി, ഒരാൾക്ക് പുട്ട് പയർ പപ്പടം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. 2 പേരെയും തൃപ്തിപ്പെടുത്തണമല്ലോ. അത് അങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിച്ചിക്കുട്ടനാണ്ട് വേലിയിട്ടിട്ട് വന്നേ. സച്ചിക്കുട്ടനും നിച്ചിക്കുട്ടനും വേലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു. നിച്ചിക്കുട്ടൻ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടും സച്ചിക്കുട്ടൻ എണീറ്റിട്ടില്ലായിരുന്നു. സച്ചിക്കുട്ടൻ ഇവിടുത്തെ അച്ചാച്ചന് വേണ്ടിയിട്ടാണ്. കാരണം മണിയണ്ണൻ ഇന്ന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് മണിയണ്ണൻ ഇടാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അച്ചാച്ചൻ ഇടാൻ വേണ്ടിയിട്ട് നിച്ചിക്കുട്ടൻ. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ അനിയൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് അവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബലിയിടുന്നത്. മോള് മരിച്ചിട്ടിപ്പം 2 വർഷം ആവുന്നു. കുഞ്ഞിനൊരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചതൊക്കെ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ അയാൾ വന്ന് ബലിയിടാൻ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ചായ ഒഴിക്കുമായിരുന്നു. നമ്മളിവിടെ എന്താ പറയുക, ചായ മുതലല്ല, അവർക്ക് ബ്രഷ് ചെയ്യാനുള്ള ഐറ്റംസ് മുതൽ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുവേ. അങ്ങനെ ഞാൻ രാവിലെ കൈയിടാനുള്ള വെള്ളവും അതേരം കുമിക്കരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ടേബിളിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇന്നലെ രാത്രി പച്ചക്കറി അരിയാൻ കൊണ്ടുപോയ പാത്രം അവിടെ ഇരിക്കുമായിരുന്നു. അത് കൊണ്ടുവച്ചിട്ട് തന്നെ വഴക്ക് പറയുമായിരുന്നു, ആവായിട്ട് അവിടെ വെച്ചേക്കുവാന്നും പറഞ്ഞ്. പിന്നെ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ സാമ്പാറൊക്കെ അടപ്പേ വെച്ചിട്ടായിരുന്നു പോയത്. സാമ്പാറിന് വിസിൽ വന്ന് അപ്പോഴത്തേക്കും ഞാൻ ഇഡ്ഡലിയുടെ മാവൊക്കെ അങ്ങ് കോരി ഒഴിച്ച് വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും പിന്നെ പുട്ടും പയറും പപ്പടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പയർ എടുക്കുമായിരുന്നു. പയറൊക്കെ കഴുകി അതങ്ങ് കുക്കറിലേക്ക് ആക്കി അടപ്പയിലോട്ട് വെച്ച്. ഈ കുക്കർ വിസിലിടാതെ ഞാൻ വെച്ച്. അതിനൊരു ട്രിക്കുണ്ട് കേട്ടോ. പുട്ട് പുഴുങ്ങണമല്ലോ, അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ടുണ്ടാക്കാൻ. അപ്പം അത് നമുക്ക് ഈ കുക്കറിലോട്ട് വെച്ച് പയറും വേവും അപ്പം പുട്ടും വേവും രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിക്ക് റെഡിയായി വരും. അതിന് വേണ്ടിയിട്ടാണ്. ജോലി കൂടുതലുള്ളപ്പം നമ്മളിങ്ങനെ കൊച്ചു ട്രിക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ആവി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ചിരട്ട കുറ്റി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ നല്ലപോലെ തിളച്ച് കിടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി വന്നു. അങ്ങനെ നമ്മുടെ പുട്ടെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ വിസിൽ വെച്ച് കൊടുത്ത്. അപ്പം പയർ അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കുറ്റി പുട്ടേ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ. അതുപോലെ ഇഡ്ഡലിയും ഞാൻ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ കഞ്ഞി കാണും. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് കഞ്ഞി അവിടെ നിന്ന് കുടിക്കത്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുമല്ലോ, അത് മാത്രമായിരിക്കും ആരെങ്കിലും കഴിക്കുന്നത്. അത് കളഞ്ഞുകൂടാലോ, അപ്പോൾ അത് കഴിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇഡ്ഡലിയും റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പപ്പടം പൊള്ളിക്കാനായിട്ട് എണ്ണ ചൂടായോ എന്ന് നോക്കാനായിട്ട് ചെറിയ പീസിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ പുട്ടും പയറും പപ്പടവും വേണമല്ലോ, അതിലേക്കുള്ള പപ്പടവും പൊള്ളിച്ചെടുത്തു. പിന്നെ നമ്മുടെ സാമ്പാറും അതേപോലെ ചട്നിയിലും കടുകുടി താളിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാച്ചന്മാർക്ക് വെച്ച് കൊടുത്തതാണ്. 2 അച്ചാച്ചന്മാർക്കും 2 ടേസ്റ്റാണ്. ഇവിടുത്തെ അച്ചാച്ചൻ ഇഡലി സാമ്പാർ ചട്നിയാണ്. അതേപോലെ എൻ്റെ അച്ഛന് പുട്ടും പയറും പപ്പടമാണ്. അപ്പോൾ 2 അച്ചാച്ചന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 പേരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് റെഡിയാക്കി വെച്ച്. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. 2 പേരെയും മെനക്കണ്ടല്ലോ, 2 പേരും നമ്മുടെ അച്ചാച്ചന്മാരല്ലേ. അങ്ങനെ അച്ചാച്ചന്മാർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നാണ് ഞാൻ അടുപ്പ് കത്തിച്ച് അരിയൊക്കെ ഇടുന്നത്. കാരണം ഇവിടുത്തെ അച്ഛനുള്ള കാലം തൊട്ട് 7:30 മുമ്പ് ഈ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കണമെന്നുള്ളത് ഇവിടുത്തെ ഒരു ശീലമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അരി അങ്ങ് അടപ്പയിലിടുമായിരുന്നേ. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ അരി ഇടുന്നത് കണ്ടിട്ട് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് അങ്ങനെ ചുറ്റിയിടുന്നതെന്ന്.
അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഈ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റിയിടത്തില്ലേ, അതൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ അരിയിട്ടാൽ അന്നം മുടങ്ങത്തില്ല എന്നൊരു വിശ്വാസമാണ്. അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പരിപ്പും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് 12:30 മുമ്പ് ഫുഡും റെഡി ആവണമല്ലോ. അത്രയൊക്കെ ആക്കിയിട്ട് പിന്നെ അതുവരെയുള്ള പാത്രമോടൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകാൻ റെഡി ആകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മണിയെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ട് ജോലിയില്ലായിരുന്നു. കാറ്റായതുകൊണ്ട് വെള്ളമൊന്നും പോയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അമ്പലത്തിലേക്ക് വന്ന് അമ്പലത്തിൽ വന്നാണ്ട് തൊഴുതിട്ട് വന്ന് കഞ്ഞി കുടിക്കുമായിരുന്നേ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ കഞ്ഞി വിളമ്പിക്കൊണ്ട് നിന്നവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണേ. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ എടുക്കുവാണേ എന്ന് പറഞ്ഞു. ഓക്കെ എടുത്തോളാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അവരെല്ലാം ഇങ്ങനെ കഞ്ഞി വരുന്നവർക്ക് വേണ്ടിയിട്ട് വിളമ്പി അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ. അപ്പം വന്ന് വെയിറ്റ് ചെയ്യാതെ എല്ലാവരും എടുത്ത് കഴിക്കുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ അമ്പലത്തിലും കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിലെ കർക്കിടക വാവ് ബലിയെപ്പറ്റിയും അതുപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ചരിത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കണേ. നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ. ആ സമയത്ത് നമുക്ക് വീട്ടു ജോലിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് തിരക്കൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കല്ലടയാറിൻ്റെ തീരത്താണ് നമ്മുടെ അമ്പലം. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ ഏതാണ്ട് പായസത്തിനുള്ള നമ്മൾ അടപ്രഥമനാണേ വെച്ചേ, അതിനുള്ള അടയും ചവരിയും ഒക്കെ വേവിച്ച് വെച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് വന്ന പടം ഞാൻ അതങ്ങ് വെക്കാനായിട്ട് നിന്ന്. അപ്പോൾ വേണ്ട സച്ചിക്കുട്ടൻ വന്നതാണ്. അമ്മ വേറെ എന്തെങ്കിലും ജോലി ചെയ്തോ, ഞാനിത് ഇളക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് സച്ചിക്കുട്ടൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണേ. ഇങ്ങനെയാണ് നമ്മളെന്തെങ്കിലും ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ എൻ്റെ മക്കളും അണ്ണനും ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുവേ. അതിൻ്റെ ഇടയിൽ ഞാൻ ദാണ്ടെ തോരൻ വെച്ചു, കിച്ചടി വെച്ചു, തോരൻ, കറി അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൻ്റെയും റെസിപ്പി ഞാൻ ഉൾപ്പെടുത്താഞ്ഞത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പികൾ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ പിതൃക്കൾക്ക് ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുത്തിട്ട് പിന്നെ ദാണ്ട് ഇങ്ങനെ എല്ലാം വെച്ചിട്ട് ചോറെല്ലാം വിളമ്പിയിട്ട് ദാണ്ട് ഈ ബൗളിലാക്കിയാണ് ഞാൻ പായസം വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ടുട്ടവനും ദാണ്ട് ഇലയിൽ ചോറ് കൊടുത്തേ. നമ്മളെല്ലാം ഇലയിൽ ചോറ് കഴിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനങ്ങനെ ഇലയിൽ ചോറ് കൊടുക്കാതിരിക്കുന്നേന്ന് വെച്ചിട്ട് ഞാൻ അവനും ഇലയിൽ ചോറ് കൊടുത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൻ കാണിച്ച ഒരു തമാശ ഉൾപ്പെടുത്തിയേക്കാവേ. പുട്ടുട്ടൂനും ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ദാണ്ട് നമ്മൾ കഴിക്കാനിരുന്നേ. ഇത് എന്ത് വിശേഷം വന്നാലും നമ്മുടെ വീട്ടിലെ ഒരു രീതിയാണ് ഇത്. ആദ്യം മണിയണ്ണൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പിടി വായിൽ വെച്ച് തന്നതിന് ശേഷമാണ് നമ്മളെല്ലാം പിന്നെ കഴിക്കാൻ തുടങ്ങുന്നത്. ഈ വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തത് വെച്ചത് നിച്ചുകുട്ടനായിരുന്നു. പക്ഷേ അവനെ അതിനകത്ത് കിട്ടുന്നില്ല. അത് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. എന്നിട്ട് ഈ അണ്ണൻ ഈ വായി വെച്ച് കൊടുക്കുന്ന ഈ ഭാഗത്ത് മാത്രമേ എൻ്റെ നിച്ചുകുട്ടന് കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് അവൻ തന്നെയായിരുന്നു. അപ്പോൾ അണ്ണൻ ചോദിക്കുകയും ചെയ്തു, നിന്നെ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, കിട്ടുവച്ചാ എന്നൊക്കെ പറഞ്ഞാണ് കൊച്ചുകൊണ്ട് ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ അവനെ കിട്ടിയില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് കേട്ടോ. മണിയണ്ണ ഇന്ന് രാവിലെ പോയത് ഉച്ചയൂണിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഞാനിങ്ങെത്താം എന്നും പറഞ്ഞായിരുന്നു. കാരണം സച്ചിക്കുട്ടൻ ഓണത്തിന് ചിലപ്പോൾ കാണത്തില്ല. കാരണം ഇത്രയും ദിവസം ലീവ് കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയിപ്പം അവനെ അപ്പോഴത്തേക്കും ലീവ് കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ കർത്തവാവിന് നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തെ വരാമെന്ന് പറഞ്ഞ് പോയി. എന്തായാലും ഭാഗ്യം കൊണ്ട് ജോലിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ വന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ പുട്ടുട്ടു ഉണ്ടാക്കിയ തമാശ എന്ന് പറഞ്ഞത്. നമ്മുടെ കാക്കയ്ക്ക് വെച്ച് കൊടുത്ത ചോറാണ്. അത് കാക്ക തിന്നാൻ സമ്മതിക്കാതെ അവൻ പോയി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാവലിരിക്കുമായിരുന്നു. നമ്മൾ പോലും അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കുന്നില്ലായിരുന്നേ. പിന്നെ ദാണ്ടെ എനിക്ക് അന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തതാണ്. അത് ഞാൻ പിന്നാലെ ഇടാവേ. പിന്നെ വൈകുന്നേരം നമ്മുടെ അമ്പലത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് നമ്മുടെ സ്വന്തം ടീമായ കണ്ടകർണ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്വന്തം പിള്ളേരാണേ, അവരുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അങ്ങനെ അതും പോയി കുറച്ച് നേരം ഒന്ന് കണ്ട്. കാരണം നല്ല മഴയായിരുന്നു, തണുപ്പായിരുന്നു, തോനെ നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരം കണ്ട്. പിന്നെ ഇതിൻ്റെ പാട്ട് ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന പേടി കൊണ്ടാണ്. നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവാറാവുന്ന ഈ സമയത്ത് കോപ്പിറൈറ്റ് കിട്ടിയാൽ നമ്മുടെ ചാനലിനെ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പാട്ട് കൊടുക്കാത്ത. നല്ല കൈകൊട്ടിക്കളിയായിരുന്നു. അപ്പം അതുമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഫുഡെല്ലാം ഉണ്ടായിരുന്നു.
അന്നത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസത്തേക്കും ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് എത്താം. അതുവരേക്കും ബൈ ബൈ.